ഹലോ ഫ്രണ്ട്സ്, malluscifiയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഗ്രാസ് കട്ടർ മെഷീനാണ്. നമ്മുടെ വീട്ടിലെ ചെറിയ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാസ് കട്ടർ മെഷീൻ. അപ്പോൾ ഇതിന്റെ മേക്കിങ്ങിലേക്ക് വിട്ടാലോ? നമ്മുടെ ഗ്രാസ് കട്ടർ മെഷീൻ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു ചെറിയൊരു CD ആണ്, പിന്നെ ഒരു പേപ്പർ കട്ടറിന്റെ ബ്ലേഡും. ദെൻ നമ്മളെടുത്ത ആ ചെറിയ CDയിലേക്ക് ഗ്ലൂ ആഡ് ചെയ്യാം. ദെൻ നമ്മളെടുത്ത് വെച്ച ബ്ലേഡ് ഇതുപോലെ പ്ലേസ് ചെയ്യാം. ദെൻ ഒരു 14 വോൾട്ട് മോട്ടർ എടുത്ത് അതിന്റെ 2 നീഡിലേക്കും ഇതുപോലെ വയർ കണക്ട് ചെയ്ത് സോൾഡർ ചെയ്ത് വെക്കാം. ഇനി ആവശ്യമുള്ളത് എംസീൽ എന്ന ഗ്ലൂ ആണ്. ഈ ഗ്ലൂവിൽ 2 കോമ്പൗണ്ട് ഉണ്ടാവും. ഈ 2 കോമ്പൗണ്ടും ഒരേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്ലൂ ചെയ്ത് വെച്ച ബ്ലേഡ് ഇതുപോലെ മോട്ടറിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് എംസീൽ കൊണ്ട് ഇതുപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. എംസീൽ സെറ്റ് ആവാൻ വേണ്ടി നമുക്കൊരു 3 hours വെയിറ്റ് ചെയ്യാം. നമ്മുടെ മോട്ടർ ഇറക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു PVC പൈപ്പ് എടുത്ത് അതിന്റെ അറ്റം ഹീറ്റ് ചെയ്ത് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഒരു കാൻഡിൽ കത്തിച്ചു കൊടുക്കാം. ഈ കാൻഡിലിലെ മേക്കിംഗ് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കാം. ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇതുപോലെ ഹീറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മളെടുത്ത PVC പൈപ്പിന്റെ താഴ്ഭാഗത്തായി ഇതുപോലെ ഒരു ഹോള് ഇട്ട് കൊടുക്കാം. നമ്മുടെ മോട്ടർ ഇതുപോലെ PVC പൈപ്പിലേക്ക് ഇറക്കി വെക്കാം. ഈ ഒരു ഹോളിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 14 വോൾട്ട് DC മോട്ടറിന് എയർ ഇൻടേക്ക് എടുക്കാനാണ്. ദെൻ PVC പൈപ്പിൽ സ്വിച്ച് വെക്കാനായിട്ട് ഹോള് ഇട്ട് കൊടുക്കാം. ദെൻ ആ ഹോളിൽ നിന്നും മോട്ടറിന്റെ വയർ എടുത്ത് നമ്മുടെ സ്വിച്ചിന്റെ 2 നീഡിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കാം. ശേഷം ഗ്ലൂ ഗൺ ചെയ്ത് പ്ലേസ് ചെയ്യാം. ദെൻ നമ്മുടെ PVC പൈപ്പിൽ പ്രോപ്പറായിട്ട് ബാറ്ററി ഇറക്കി വെക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഹോൾ ഇട്ട് അതിൽ കമ്പി ടൈ ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു പേപ്പർ എടുത്ത് ഫിൽ ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മളെടുത്ത ബാറ്ററിയുടെ പോസിറ്റീവ് നീഡിലും നെഗറ്റീവ് നീഡിലും ഇതുപോലെ കണക്ട് ചെയ്ത് സ്വിച്ചിൽ നിന്നും വരുന്ന എക്സസ് ആയ വയർ ഇതുപോലെ ബാറ്ററിയിൽ സോൾഡർ ചെയ്ത് വെക്കാം. ശേഷം ബാറ്ററി ഇതുപോലെ നമ്മുടെ PVC പൈപ്പിലേക്ക് മെല്ലെ ഇറക്കി വെക്കാം. ദെൻ നമ്മുടെ ഗ്രാസ് കട്ടർ മെഷീന്റെ ക്യാപ്പ് നിർമ്മിക്കാൻ വേണ്ടി ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിലൊരു ഹോൾ ഇട്ട് നമ്മുടെ PVC പൈപ്പിന്റെ താഴ്ഭാഗം ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഗ്രാസ് കട്ടർ മെഷീനെ ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് അതിന്റെ സെന്റർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ PVC പൈപ്പിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിന് ഒരു ഹോളും കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രാസ് കട്ടർ മെഷീൻ ഇതാ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടില്ലേ, പക്ഷെ അതുപോലെ ചെയ്താൽ ഇത് ഫെയിലിയർ ആവും. കാരണം ഫസ്റ്റ് ടൈം ഞാൻ ചെയ്ത് നോക്കിയാലും ഈ ബ്ലേഡ് ഈ സൈഡിൽ നിന്ന് എളുപ്പത്തിൽ വിട്ട് വരുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടതെന്ന് വെച്ചാൽ ഈ PVC പൈപ്പിൽ ചെയ്ത പോലെ 2-3 ഹോൾ ഇട്ട് കൊടുക്കുക, ഇത് കവർ ചെയ്യുന്ന വിധത്തിൽ. എന്നിട്ട് ആ ഹോളിലേക്ക് ഇതുപോലെ ഒരു കമ്പി കൊണ്ടങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ടൈ ചെയ്താൽ സൈഡിൽ നിന്ന് എളുപ്പത്തിൽ വിട്ടൊന്നും വരില്ല. നമുക്ക് നല്ല പവർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിന്റെ മേക്കിംഗ് കണ്ടല്ലോ. നമ്മുടെ വീട്ടിലെ ചെറിയ ഗാർഡൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. അല്ലാതെ വലിയൊരു പർപ്പസിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനൊക്കെ ഹൈ RPM മോട്ടോഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസിനായി കാത്തിരിക്കുക. ഞാൻ കൃഷ്ണ സൈനിങ് ഔട്ട് ഫ്രം malluscifi. പണ്ടകത്തിന് തിരി കൊടുക്കുന്ന ഇങ്ങനെ പിന്നെ ഞാൻ മുറിക്കാൻ പോകും. ഹീറോടാ ഹീറോ. ഇതിനെ കൊണ്ട് മറ്റേ പുല്ല് മാത്രമല്ല സമയം പെട്ട
It was at this moment that he knew he fucked up. അയ്യോ എന്റെ മോട്ടർ പോയടാ. എടുക്കേ തൊപ്പിയൊന്നും കിട്ടിക്കില്ല പ്രശ്നമല്ല. എന്തെടുത്തായി മോട്ടർ എടുത്തായി.